കുറേ നാളായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയായിരുന്നേ. അപ്പോൾ അതിൻ്റെ മസാലയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പം പാനിൽ എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ പിടി ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. പിന്നെ വറ്റൽമുളക് 2-3 ഇട്ട് കൊടുത്തു. അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ 2 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണം എന്നില്ല, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് വഴണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് എല്ലാം ഒന്ന് വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേവാൻ പാകത്തിന് ഒന്ന് കുഴഞ്ഞ് വരാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് പരത്തി ദോശ ചുട്ട് നല്ല പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നോർമലി വേറെ എന്താ, അതങ്ങ് ഒരു സൈഡ് ഫുള്ളങ്ങ് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ മസാല ദോശയുടെ കൂടെ തന്നെ ഞാനൊരു വെള്ളച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ വെള്ളക്കടല ഒരുപാട് ചേർത്തിട്ടുണ്ടായിരുന്ന വെള്ളച്ചമ്മന്തി കേട്ടോ. നല്ല കുറുകിയ വെള്ളച്ചമ്മന്തിയായിരുന്നേ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.